ഫഅറുഖി ഇലൈഹിം ഫഅജ്ജിൽ റബ്ബി ഖബ്ലി ഇലൈക. പടച്ചോനെ എന്നെ വേഗൊന്ന് മരിപ്പിക്ക്. എന്തിന്? എനിക്കെന്റെ മുത്തുനബിയെ കാണണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിനെ കാണണം. കിടക്കുമ്പോഴുള്ള ചിന്ത അതാണ്. സമാനമായ സംഭവമല്ലേ ശൈഖുന തങ്ങൾ ഉസ്താദിന്റെ കാര്യത്തിലുള്ളത്. ഉസ്താദിന്റെ അവസാന സമയത്ത് ആരെന്ത് ചെന്ന് പറഞ്ഞാലും ഉസ്താദ് പറയുന്നത് എന്താ? നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് സ്വർഗത്തിൽ പോകണം അല്ലേ? ഞാൻ പറയുന്നത് എനിക്ക് സ്വർഗത്തിൽ പോകണം. മാത്രമല്ല ഉസ്താദിന്റെ മക്കളിൽപ്പെട്ട മകളോട് തങ്ങൾ ഉസ്താദ് വിളിച്ചു പറഞ്ഞതെന്താ? ഞാൻ വഫാത്തായാൽ നിങ്ങൾ കരഞ്ഞ് കോലാഹലുണ്ടാക്കരുത്, നിങ്ങൾ കരയാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്താ മതി? എന്റെ ചെവിയുടെ അരികിലേക്ക് വന്നിട്ട് അസ്സലാമു അലൈക അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് എന്നോട് ചെന്ന് പറഞ്ഞാ മതി. ഞാൻ എന്റെ ഹബീബിന് കൊണ്ടുപോയി കൊടുക്കുമെന്ന് ശൈഖുന തങ്ങൾ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ മരിച്ചാൽ എനിക്ക് ഹബീബിനെ കാണുമെന്ന് നേരത്തെ ഉറപ്പായും വിശ്വസിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാക്കവി മേൽമുറി. ഇവിടെ വന്ന സമയത്ത് പറഞ്ഞു, ഉസ്താദിന്റെ സ്വകാര്യ സംഭാഷണത്തിൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മഅരിഫത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആസ്വദിക്കാൻ, അറിയാൻ, തിരിച്ചറിയാൻ നമ്മളെ അതിനും പറ്റിയില്ല എന്നുള്ളത്. ഇനിയെങ്കിലും അവിടുത്തെ ദറജ അറിയാനും അതനുസരിച്ച് അവിടുത്തോട് അതനുസരിച്ച് പെരുമാറാനുമുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നമുക്ക് തരട്ടെ. ആലോചിച്ച് നോക്ക്, ഞാൻ പറഞ്ഞു വന്നത് അത്തഫക്കുറു, ലാഹിറായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ആന്തരികമായ കാര്യത്തിന്റെ ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്. ആർക്കെങ്കിലും ബുദ്ധിയുണ്ടെന്ന് പറയണമെങ്കിൽ ഒന്നാമത് വേണ്ടത് അത്തഫക്കുറു, ഒന്നാമത് ചിന്തയാണ് വേണ്ടത്. മഹാന്മാര് പറയാണ് രണ്ടാമത്തെ കാര്യം വേണ്ടത് അൽ ഇബ്റത്തു. എല്ലാ കാര്യങ്ങൾ കാണുന്ന സമയത്ത്, അത്ഭുതങ്ങൾ അറിയുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അതിനെപ്പറ്റിയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ മാറ്റം വരുന്ന ജീവിതമാകണം. മഹാന്മാര് പറയുന്നു മൂന്നാമത്തെ കാര്യമേതാ? ഇസ്തിഅ്ലാമുദ്ദുനൂബ്, ചെയ്യുന്ന തെറ്റ് വലിയതാണെന്ന തോന്നലുണ്ടാകണം. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ചെറുപ്പക്കാരോട് പറയുന്നത്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആലോചിച്ച് കൃത്യമായി തന്നെ ഉത്തരം കണ്ടെത്തണം. നമ്മൾ ആക്കിലാണെന്ന് പറയണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകൾ അത് വലുതാണെന്ന ആലോചനയുണ്ടാകണം. ഹറാമ് ചാറ്റ് ചെയ്യുമ്പോ വലുതാണെന്ന ചിന്ത വേണം. നിസ്സാരമായി തള്ളാൻ പാടില്ല. ചില മുഅ്മിനീങ്ങൾ വിചാരിച്ചിട്ടുള്ളത്, ചില ചെറുപ്പക്കാര് വിചാരിച്ചത്, സ്വലാത്തിന്റെ മജ്ലിസിൽ മാത്രം ചെന്നാൽ, റമദാനിൽ തൊപ്പി വെച്ച് നടന്നാൽ, 5 വക്ത് നിസ്കാരത്തിന് പങ്കെടുത്താൽ അവനേത് ഹറാമും പറ്റുമെന്നാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരാ, കണ്ടുവച്ച പെണ്ണിനോട് പോലും നിനക്ക് വർത്തമാനം പാടില്ല, സംസാരിക്കാൻ പാടില്ല. കാസർഗോഡ് ജില്ലയുടെ മണ്ണിൽ നിന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആർഭാടങ്ങൾ അതിപ്രമിച്ചു നിൽക്കുന്ന നാടാണ് നമ്മുടെ നാടെന്ന് പറയാൻ നമുക്ക് നാണം വേണ്ട. എത്ര വൃത്തികേടുകളാണ് നടക്കുന്നത്, എത്ര തോന്നിവാസത്തരങ്ങളാണ് സംഭവിക്കുന്നത്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് മഹാന്മാര് പറയുന്നത്, തെറ്റിനെ തെറ്റായി കാണുന്നവരാകണം. എത്ര ചെറുപ്പക്കാരുടെ മൊബൈൽ ഒന്ന് പരിശോധന നടത്തിയാൽ അതിൽ ഹറാമായ ചിത്രമുണ്ട്, അന്യ പെണ്ണിന്റെ നമ്പറുണ്ട്, അവളോട് ചാറ്റ് ചെയ്യുന്നുണ്ട്, അവൾക്ക് കമന്റ് പറയുന്നുണ്ട്.
കൊതിക്കുന്നുണ്ട്, അവളുടെ റിപ്ലൈ കൊതിക്കുന്നുണ്ട്, അവളുടെ മിസ് കോൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് വരാതിരിക്കുമ്പോ വേദനിക്കുന്നുണ്ട്, മെസ്സേജ് തിരിച്ച് വരാതിരിക്കുമ്പോ പരിഭ്രമിക്കുന്നുണ്ട്, അവളെ കാണാൻ കൊതി വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാന്മാരുടെ ആലോചന കിടക്കുന്ന സമയത്ത് സ്വർഗത്തെ പറ്റിയാണ്, നരകത്തെ പറ്റിയാണ്, അള്ളാനെ പറ്റിയാണ്, അള്ളാന്റെ ഹബീബിനെ പറ്റിയാണ്. ഓ മുഅ്മിനീങ്ങളെ, കിടക്കുന്ന സമയത്ത് 25 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർക്കിടയിൽ അന്യവണ്ണിനെ ആലോചിക്കാതെ, ക്ലാസ്മേറ്റിനെ പറ്റി ചിന്തിക്കാതെ, അവളുടെ ഗേൾഫ്രണ്ടിനെ പറ്റി ചിന്ത നൽകാതെ കിടത്തത്തെ സ്വീകരിക്കുന്ന ഉറക്കിലേക്ക് പോകുന്ന എത്ര ചെറുപ്പമുണ്ട്. വളരെ അത്ഭുതം തോന്നുന്നു മുഅ്മിനെ. എന്തിനാണ് ഹറാം കൊണ്ട് തുടങ്ങുന്നത്? എന്തിനാണ് ഹറാം കൊണ്ട് തുടങ്ങുന്നത്? കുമ്പളയിലെ ഒരു പാരലൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡിഗ്രി ക്ലാസ്സിലേക്ക് പോകുമ്പോ അന്യ ആണും പെണ്ണും തമ്മിൽ സംസാരിക്കുമ്പോ തലേക്കെട്ട് കെട്ടിയവൻ എന്ന നിലക്ക് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത്? അപ്പ എന്നോട് മാപ്പിളയായ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഉസ്താദേ, ഇപ്പോഴത്തെ കാലമല്ലേ, ന്യൂ ജനറേഷൻ അല്ലേ, എന്താപ്പ അതിൽ തെറ്റുള്ളത് എന്നാണ്. തെറ്റിനെ തെറ്റായി കാണാനുള്ള മനസ്സ് പോലും നഷ്ടപ്പെട്ട സമുദായമായാൽ ഞാൻ ധൈര്യത്തോടെ പറയുന്നു, വളരെ കൃത്യമായി തന്നെ പറയുന്നു, അന്യ പെണ്ണിനെ കണ്ടുകൊണ്ട് വർത്തമാനം പറഞ്ഞാൽ, അവളുടെ സൗണ്ടിന് വേണ്ടി കൊതിച്ചാൽ, അവളുമായുള്ള ബന്ധത്തിന് പൂതിവെച്ചാൽ, കെട്ടാൻ പോകുന്ന പെണ്ണ് നോക്കി മാലയിട്ട പെണ്ണാണെങ്കിലും വർത്തമാനം നടത്തി നിന്റെ ജീവിതം തുടങ്ങിയ അല്ലാഹുവിന്റെ ഹബീബ് നിന്റെ കൂടെ വരൂല. റസൂലുള്ളാഹിനെ കാണാൻ പറ്റൂല, ഹബീബിനെ കാണാൻ സാധ്യമല്ല. സിദ്ദീഖുൽ അക്ബർ കൂടെ വരൂല, മഹദിമാര് കൂടെ വരൂല, ശൈഖുന തങ്ങൾ ഉസ്താദ് വരൂല, ഒരു മഹാനും കൂടെ വരൂല. അതൊക്കെ സാരല്ല, ചെറിയതല്ലേ എന്ന് പറഞ്ഞിട്ട് നിസ്സാരമാക്കുന്നവൻ അവൻ ബുദ്ധിയുള്ളവനല്ല, അവൻ അഖിലല്ല എന്നാണ് മഹാന്മാര് പറയുന്നത്. നമ്മുടെ ജില്ലയിൽ എത്ര പേരുണ്ട് രാത്രി ചാറ്റിംഗ് നടത്തുന്നുണ്ട്, എന്തിന് ഷോപ്പിങ്ങിന് വരെ പോകുന്നുണ്ട്, നിക്കാഹ് കഴിക്കാത്ത പെണ്ണുമായി അവൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ. പോനെ, നിനക്ക് ആരാണ് അനുവാദം നൽകിയത്? മുത്തുനബിയെ നിനക്ക് വേണ്ടേ? റസൂലുള്ളാഹിനെ നിനക്ക് കാണണ്ടേ? അവിടുത്തെ ഹബീബിന്റെ പരിമളം നിനക്ക് ആസ്വദിക്കണ്ടേ? തങ്ങൾ ഉസ്താദിന്റെ മുഖം കാണുമ്പോ എന്ത് ചന്തമുള്ള മുഖമാണ് മുഅ്മിനെ. എവിടുന്നാണ് ഈ ഗ്ലാമർ വരുന്നത്? ആരാണ് ഈ ചന്തം കൊടുക്കുന്നത്? എങ്ങനെയാണ് ഈ മുഖത്ത് വല്ലാതെ ശോഭ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്? ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിയുമായുള്ള ബന്ധമാണത്.